ലോഗോസ് 2026 പഠനഭാഗമായ റൂത്തിന്റെ പുസ്തകം അധ്യായം 1 ഭാഗം 2 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. എന്ത് തനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത്? ഉത്തരം: കർത്താവിന്റെ കരം. ചോദ്യം 2. കർത്താവിന്റെ കരം തനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ നവോമി തന്റെ മരുമക്കളെ പ്രതി താൻ എന്ത് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്? ഉത്തരം: അത്യന്തം വ്യസനിക്കേണ്ടി വരും. ചോദ്യം 3. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും എന്ന് നവോമി പറഞ്ഞപ്പോൾ മരുമക്കൾ ചെയ്തത് എന്ത്? ഉത്തരം: അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ചോദ്യം 4. നവോമിയെ ചുംബിച്ച് വിടവാങ്ങിയത് ആര്? ഉത്തരം: ഓർഫ. ചോദ്യം 5. നവോമിയെ പിരിയാതെ നിന്നത് ആര്? ഉത്തരം: റൂത്ത്. ചോദ്യം 6. നവോമി എത്ര പ്രാവശ്യം തന്റെ മരുമക്കളെ എന്റെ മക്കളെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്? ഉത്തരം: 2. ചോദ്യം 7. നിന്റെ സഹോദരി എവിടേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? ഉത്തരം: ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ചോദ്യം 8. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയ നിന്റെ സഹോദരിയെ പോലെ നീയും എന്തു ചെയ്യുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: അവളെ പോലെ നീയും പോകുക. ചോദ്യം 9. നിന്റെ സഹോദരിയെ പോലെ നീയും പോകുക എന്ന് നവോമി പറഞ്ഞപ്പോൾ തന്നോട് എന്ത് പറയരുത് എന്നാണ് റൂത്ത് മറുപടി പറയുന്നത്? ഉത്തരം: അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോകാതിരിക്കാനോ. ചോദ്യം 10. താൻ എവിടേക്ക് വരും എന്നാണ് റൂത്ത് നവോമിയോട് പറയുന്നത്? ഉത്തരം: അമ്മ പോകുന്നിടത്തേക്ക്. ചോദ്യം 11. താൻ എവിടെ വസിക്കും എന്നാണ് റൂത്ത് നവോമിയോട് പറയുന്നത്? ഉത്തരം: അമ്മ വസിക്കുന്നിടത്ത്. ചോദ്യം 12. അമ്മയുടെ ചാർച്ചക്കാർ തനിക്ക് എപ്രകാരമായിരിക്കുമെന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം: തന്റെയും ചാർച്ചക്കാർ. ചോദ്യം 13. അമ്മയുടെ ദൈവം തനിക്ക് എപ്രകാരമായിരിക്കുമെന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം: തന്റെയും ദൈവം. ചോദ്യം 14. എവിടെ താനും മരിച്ച് അടക്കപ്പെടുമെന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം: അമ്മ മരിക്കുന്നിടത്ത്. ചോദ്യം 15. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ എനിക്ക് എന്ത് ലഭിച്ചു കൊള്ളട്ടെ എന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം: കർത്താവ് എന്ത് ശിക്ഷയും തനിക്ക് നൽകിക്കൊള്ളട്ടെ. ചോദ്യം 16. എന്ത് സംഭവിച്ചാൽ കർത്താവ് എന്ത് ശിക്ഷയും നൽകിക്കൊള്ളട്ടെ എന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം: മരണം തന്നെ തന്റെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ. ചോദ്യം 17. നവോമി റൂത്തിനെ നിർബന്ധിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം: അവൾ തന്നോട് കൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ടതുകൊണ്ട്. ചോദ്യം 18. നവോമിയും റൂത്തും എത്തിയത് എവിടെ? ഉത്തരം: ബെത്ലഹേമിൽ. ചോദ്യം 19. ബെത്ലഹേമിൽ എത്തിയ റൂത്തിനെയും നവോമിയെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഉത്തരം: പട്ടണം മുഴുവൻ. ചോദ്യം 20. അവരെ കണ്ട് സ്ത്രീകൾ പരസ്പരം ചോദിച്ചത് എന്ത്? ഉത്തരം: ഇത് നവോമിയോ? ചോദ്യം 21. ഇത് നവോമിയോ എന്ന് ചോദിച്ച സ്ത്രീകളോട് നവോമി നൽകുന്ന മറുപടി എന്ത്? ഉത്തരം: എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. ചോദ്യം 22. സർവശക്തൻ തന്നോട് എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം: വളരെ കഠിനമായിട്ട്. ചോദ്യം 23. വളരെ കഠിനമായി തന്നോട് ആര് പ്രവർത്തിച്ചു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം: സർവശക്തൻ. ചോദ്യം 24. എപ്രകാരം താൻ ബെത്ലഹേമിൽ നിന്ന് പോയി എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം: എല്ലാം തികഞ്ഞവളായി. ചോദ്യം 25. എല്ലാം തികഞ്ഞവളായി ബെത്ലഹേമിൽ നിന്ന് പോയ തന്നെ കർത്താവ് എപ്രകാരം തിരിച്ചയച്ചു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം: ഒന്നും ഇല്ലാത്തവൾ ആയി. ചോദ്യം 26. ആര് തന്നെ ഞെരിക്കുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു എന്നാണ് നവോമി ചോദിക്കുന്നത്? ഉത്തരം: കർത്താവ്. ചോദ്യം 27. ആര് തനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു എന്നാണ് നവോമി ചോദിക്കുന്നത്? ഉത്തരം: സർവശക്തൻ. ചോദ്യം 28. എന്തുകൊണ്ടെല്ലാം തന്നെ നവോമി എന്ന് എന്തിന് വിളിക്കുന്നു എന്നാണ് നവോമി ചോദിക്കുക? ഉത്തരം: കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ. ചോദ്യം 29. അങ്ങനെ നവോമി എവിടെ നിന്നാണ് തിരിച്ചെത്തിയത്? ഉത്തരം: മൊവാബിൽ നിന്ന്. ചോദ്യം 30. നവോമി മൊവാബിൽ നിന്ന് ആരോടൊപ്പമാണ് തിരിച്ചെത്തിയത്?
ഉത്തരം അവിടത്തുകാരിയായ മരുമകൾ റൂത്തിനോട് കൂടെ. ചോദ്യം 31. നവോമിയും റൂത്തും ബത്ലഹേമിലെത്തിയത് എപ്പോൾ? ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 32. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22. ചോദ്യം 33. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതെല്ലാം? ഉത്തരം എലിമലേക്കും കുടുംബവും മൊവാബിൽ, നവോമിയും റൂത്തും ബത്ലഹേമിലേക്ക്. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: വളരെ കഠിനമായിട്ട് തന്നോട് ആര് പ്രവർത്തിച്ചു എന്നാണ് നവോമി പറയുന്നത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി.